മധ്യപൂർവ്വദേശത്ത് ആഴ്ചകളായി നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് താൽക്കാലികമായി അയവ് വരുത്തിക്കൊണ്ട് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിലെത്തുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തതോടെ ലോകം ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയാണ്. എന്നാൽ ഈ വെടിനിർത്തൽ ഒരു തുടക്കം മാത്രമാണ്. ദീർഘകാല സമാധാനത്തിലേക്കുള്ള പാതയിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് ഗാസ മുനമ്പ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ തകർന്നുപോയ ഗാസയുടെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്. ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ സഹായഹസ്തം ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഇന്ത്യ പലസ്തീൻ ബന്ധത്തിന്റെ ചരിത്രപരമായ ആഴം കണക്കിലെടുത്ത് കേവലം സഹായം എന്നതിലുപരി സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ നടപടി. മാനുഷിക സഹായങ്ങൾക്കൊപ്പം ഗാസയെ പുനർനിർമ്മിക്കാനുള്ള ദീർഘകാല പദ്ധതിയിലും പങ്കാളിയാകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്ന ഉടൻ തന്നെ പലസ്തീൻ ജനതയ്ക്ക് അടിയന്തര ആശ്വാസം നൽകാനാണ് ഇന്ത്യയുടെ ആദ്യ നീക്കം. യുദ്ധത്തിന്റെ കെടുതിയിൽ പലായനം ചെയ്യേണ്ടി വന്നവർക്കും വീടുകളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ടവർക്കും ഈ സഹായം ജീവൻ നിലനിർത്താൻ അനിവാര്യമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം ഡൽഹി ഗാസയിലേക്ക് അയക്കുന്ന ആദ്യ സഹായ ശേഖരം നിലവിലെ പ്രതിസന്ധി നേരിടാൻ ആവശ്യമായ വസ്തുക്കളാണ് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് മരുന്നുകൾ, ഭക്ഷണം, ടെന്റുകളും പുതപ്പുകളും എന്നിവയൊക്കെയാണ്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സാനിറ്ററി പാഡുകൾ പോലെയുള്ള കാര്യങ്ങൾ, തുണികൾ എന്നിവയൊക്കെയാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിൽ ആതിഥേയത്വം വഹിച്ച ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഈ നടപടികൾ വേഗത്തിലായത്. സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ഈ നീക്കത്തിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണ്. ദശാബ്ദങ്ങൾ വേണ്ടിവരുന്ന വെല്ലുവിളി അടിയന്തര സഹായത്തിനപ്പുറം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി വിഭവങ്ങൾ നൽകാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അവിശ്വസനീയമാം വിധം വലുതാണ്. നാശനഷ്ടങ്ങളുടെ ഭീകരത ഐക്യരാഷ്ട്രസഭ വികസന പരിപാടിയുടെ ഉദ്യോഗസ്ഥനായ ജാക്കോ സിലിയസ് റോയിറ്റേഴ്സിനോട് പറഞ്ഞതനുസരിച്ച് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഗാസയിൽ ഉണ്ടാക്കിയത് കുറഞ്ഞത് 55 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ്. ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായതിനേക്കാൾ 13 ഇരട്ടിയിലധികം വസ്തുക്കളാണ് ഇത് എന്നാണ് കണക്ക്. ഈ കണക്ക് ഗാസ നേരിടുന്ന പുനർനിർമ്മാണ വെല്ലുവിളിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. UNDP തന്നെ സൂചിപ്പിക്കുന്നത് ഗാസയ്ക്ക് പൂർണ്ണമായി കരകയറാൻ പതിറ്റാണ്ടുകൾ എടുത്തേക്കാമെന്നാണ്. ഇതുവരെ ഏകദേശം 81,000 ടൺ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, വൈദ്യുതി ജലവിതരണ ശൃംഖലകൾ എന്നിവ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഇവിടെയാണ് ഇന്ത്യയുടെ പങ്കാളിത്തം നിർണായകമാകുന്നത്. എഞ്ചിനീയറിംഗ്, നിർമ്മാണ വൈദഗ്ധ്യങ്ങളുള്ള ഒരു രാജ്യമെന്ന നിലയിൽ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക സഹായവും വസ്തുക്കളും നൽകാൻ നമുക്ക് കഴിയും. ഇത് കേവലം സാമ്പത്തിക സഹായം എന്നതിലപ്പുറം ഒരു സൗഹൃദ രാജ്യത്തിന്റെ വൈദഗ്ധ്യം പങ്കുവെക്കലാണ്. സമാധാന പദ്ധതിയും ഇന്ത്യയുടെ നയതന്ത്രവും നിലവിലെ വെടിനിർത്തൽ പ്രസിഡന്റ് ട്രംപിന്റെ 20 പോയിന്റ് സമാധാന പദ്ധതിയുടെ ഫലമാണ്. ഈ പദ്ധതി മുന്നോട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ദീർഘകാല സമാധാനത്തിനും രൂപരേഖ നൽകുന്നു. സമാധാന പദ്ധതിയിലെ പ്രധാന ഘട്ടങ്ങൾ ഡൽഹി ഈ ഘട്ടങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. രാജ്യാന്തര സുരക്ഷാ സേനയുടെ രൂപീകരണം, ഗാസയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സംഘർഷം വീണ്ടും ഉണ്ടാകാതിരിക്കാനും ഈ സേനയുടെ രൂപീകരണം വളരെ അനിവാര്യമാണ്. അടുത്തത് നിരായുധീകരണത്തിലെ വെല്ലുവിളി. സമാധാന പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസിന്റെ നിരായുധീകരണമാണ്. ഹമാസ് സ്വയം നിരായുധീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ട്രംപ് നൽകിയ മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ്. അവർ നിരായുധരാകും, കാരണം അവർക്ക് നിരായുധരാകേണ്ടി വരും. അവർ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധരാക്കും. ഈ നിരായുധീകരണം പെട്ടെന്നും അക്രമാസക്തമായും സംഭവിക്കാമെന്ന ട്രംപിന്റെ വാക്കുകൾ മേഖലയിലെ സംഘർഷ സാധ്യത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ട്രംപിന്റെ സമാധാന പദ്ധതിയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. സമാധാനത്തിന് വേണ്ടി ഈജിപ്തും ഖത്തറും വഹിച്ച നിർണായക പങ്ക് ഇന്ത്യ അഭിനന്ദിക്കുകയും ചെയ്തു. ഇത് മധ്യപൂർവ്വദേശത്തെ സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ നയതന്ത്ര പിന്തുണയാണ്. രാഷ്ട്രീയ പ്രതിസന്ധിയുടെയും ഭൗതിക നാശനഷ്ടത്തിന്റെയും ഇരട്ടി ഭാരം ഗാസ ഇന്ന് നേരിടുന്നത് കേവലം കെട്ടിടങ്ങളുടെ തകർച്ച മാത്രമല്ല, രാഷ്ട്രീയപരമായ ഒരു വലിയ ശൂന്യത കൂടിയാണ്. ഹമാസിന്റെ ഭരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസ്യതയുള്ളതും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതുമായ ഒരു ഭരണ സംവിധാനം ഉടൻ സ്ഥാപിക്കേണ്ടതുണ്ട്. വിശാലമായ ലോകക്രമത്തിൽ ഗാസയുടെ ദുരവസ്ഥ ഒരു മുന്നറിയിപ്പാണ്. വലിയ ശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു ജനതയുടെ ജീവിതത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം.
ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ദീർഘകാല പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാതെ ഈ താൽക്കാലിക വെടിനിർത്തലുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. ഇവിടെയാണ് ഇന്ത്യയുടെ മനുഷ്യത്വപരമായ സമീപനം പ്രാധാന്യം അർഹിക്കുന്നത്. രാഷ്ട്രീയ തർക്കങ്ങളിൽ ഇടപെടാതെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായമെത്തിക്കുന്ന ഈ നിലപാട് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എന്ന നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ സഹായം ഗാസയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതീക്ഷ വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്കുള്ള പാതയിൽ കടക്കുമ്പോൾ ഗാസയുടെ പുനർനിർമ്മാണം എന്നത് കേവലം കോൺക്രീറ്റും കമ്പിയും ഉപയോഗിച്ചുള്ള നിർമ്മാണമല്ല, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കുന്നതിന്റെയും പുനർനിർമ്മാണമാണ്. 55 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരുമെങ്കിൽ ആ ജനതയുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങാൻ അതിലും കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. ഈ ദുരിതത്തിൽ അടിയന്തര സഹായവും പുനർനിർമ്മാണ വിഭവങ്ങളും നൽകാനുള്ള നമ്മുടെ തീരുമാനം ലോകത്തിന് ഒരു മാതൃകയാണ്. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കുക എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഗാസയിലെ സഹായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ശക്തിപ്പെടുന്നു. സമാധാന ഉടമ്പടിയിലെ വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ഹമാസിന്റെ നിരായുധീകരണം നിലനിൽക്കുമ്പോൾ തന്നെ ഈ താൽക്കാലിക ശാന്തത ഉപയോഗിച്ച് മാനുഷികപരമായ ഇടപെടലുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഗാസയിലെ ജനതയ്ക്ക് വീണ്ടും സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു ഭരണക്രമം ഉടൻ നിലവിൽ വരേണ്ടതുണ്ട്. ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു രാജ്യം ചെയ്യുന്ന സഹായം കേവലം വസ്തുക്കളുടെ കൈമാറ്റം മാത്രമല്ല, ലോകത്ത് സമാധാനവും മനുഷ്യത്വവും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ പുനർനിർമ്മാണം ഒരു പുതിയ ഗാസയിലേക്കും ഒരുപക്ഷെ മധ്യപൂർവ്വ ദേശത്തെ കൂടുതൽ സ്ഥിരതയുള്ള ഒരു ഭാവിയിലേക്കും നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.